ഈ സ്ഥാപനം കൊണ്ട് ഉപകാരം കിട്ടുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉപഭോക്താക്കൾ ഈ കാണുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല. ഈ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളും ആ വിദ്യാർത്ഥികളുടെ അയൽവാസികളും എല്ലാം ഈ മഹല്ല് തന്നെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു നിലക്കാണ് ഇതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും അതേ രൂപത്തിൽ ഈ മഹല്ലിൻ്റെ ഓരോ ഫൽസും അല്ലെങ്കിൽ ഈ മഹല്ലിൻ്റെ ഓരോ നാടിമിടിപ്പും എല്ലാവരും അറിയുന്ന നിലയ്ക്ക് ഇവിടെ നാട്ടിലൊരു മഹല്ലത്തിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്ന നിലയ്ക്ക്, നാട്ടിലെന്ത് ദുഃഖത്തിൻ്റെ, രോഗത്തിൻ്റെ, മറ്റു ബേജാറിൻ്റെ കാര്യങ്ങൾ എത്തുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് അതിന് പരിഹാരം കാണുന്ന നിലയ്ക്ക് നല്ലൊരു സ്ഥാപനമാകണം. മഹല്ലിലെ എത്ര മെമ്പർമാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്നവരുണ്ട്, വിവാഹിതരെത്രയുണ്ട്, അവിവാഹിതരെത്രയുണ്ട്, സാധുക്കൾ എത്രയുണ്ട്, എല്ലാവരെയും മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള സ്ഥാപനമാവണം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മളറിയാതെ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ അതിലേക്ക് സദഖ ചെയ്യുന്നു, സഹായിക്കുന്നു. അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം വളരെ വലുതായിരിക്കും. മൊത്തത്തിൽ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനം ആ നാടിൻ്റെ ഒരു ഫയർ സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ എന്ത് ആപത്തുകളോ മുസീബത്തുകളോ വരുമ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കേന്ദ്രം, എല്ലാവരുടെയും ആശ്രയമാകുന്ന രൂപത്തിൽ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു സ്ഥാപനമാവുകയും ഈ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ തന്നെ അവർ വളരുന്നതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ, അതിന് കഴിയില്ലെങ്കിൽ നമ്മളെ അറിവിൽപ്പെട്ട നാമുമായി ബന്ധപ്പെട്ട നല്ല സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്ന ഈ രൂപത്തിൽ ഈ മഹല്ലൊന്നായിട്ട് ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റുമറ്റു പ്രദേശങ്ങളും അവിടെയുള്ള എല്ലാവരും ഈ സ്ഥാപനത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെയുള്ള വിദ്യാഭ്യാസപരമായ, അതുപോലെ തന്നെ സാമൂഹികപരമായ, ശൈക്ഷണികപരമായ, സാമ്പത്തികപരമായ എല്ലാ വിഷയത്തിലും ഈ സ്ഥാപനം നമുക്കൊരു ആശാകേന്ദ്രം, ആശ്രയമാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വലയത്തിൻ്റെ പിന്നിൽ പ്രത്യേകിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, മഹല്ലുകാർ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ളൊരു സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി ആ നിലയ്ക്ക് വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ മക്കളെ കാണുമ്പോൾ ഖേദിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല നാടുകളിലും പല പേരുകളിലും കുട്ടികൾ മാറുന്ന രൂപം ലിബറലിസത്തിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള പലതിൻ്റെയും തൊപ്പികളുടെ പിന്നിൽ ഇങ്ങനെയുള്ള പല നിരീശ്വരത്വത്തിൻ്റെ അല്ലെങ്കിൽ നിരാശ
ഇങ്ങനെ മതത്തിനോടുള്ള ഒരു വെറുപ്പ് ഉണ്ടാക്കി തീർക്കുന്ന രൂപത്തിലൊക്കെ യുവാക്കളും മക്കളൊക്കെ മാറുന്നൊരവസ്ഥയാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കിതാബുകളിലൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഫത്വൽ മുഈനിൽ എടുത്തു നോക്കിയാൽ പറയുന്നത് ആദ്യമായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിനെ പഠിക്കണം, മനസ്സിലാക്കണം എന്നല്ല, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്നല്ല. നമ്മൾ ഒരു കുട്ടിയെ അവൻ്റെ രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് ഏൽപ്പിക്കപ്പെടുന്നവർ ചെയ്യേണ്ടത് മുത്തുനബിയെ പറ്റി പഠിപ്പിക്കാനും, മുത്തുനബി എവിടെ ജനിച്ചു എന്നും എവിടെ വഫാത്തായി എന്നുള്ള മുത്തുനബിയോടുള്ള ആ ബന്ധം സ്ഥാപിച്ച് ആ മുത്തുനബിയോടുള്ള മഹബത്ത് ഉണ്ടാക്കി തീർത്ത്, മുത്തുനബിയോടുള്ള സ്നേഹമുണ്ടാക്കി തീർത്ത് ആ വഴിക്ക് വളർത്തുമ്പോൾ പിന്നൊരു ലിബറലിസത്തിലേക്കോ മറ്റെന്തിലേക്കോ പോകാൻ അവന് തരമില്ല. ഈ രൂപത്തിൽ നമ്മുടെ ഈ സുരക്ഷിത വലയത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ എല്ലാവരും, എല്ലാ രക്ഷിതാക്കന്മാരും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വളർത്തിയിട്ട് അവർ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവർ മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഉസ്താദുമാരുടെ ആത്മീയ ബന്ധത്തിൽ, ആത്മീയമായ നിയന്ത്രണത്തിലാകുമ്പോൾ തന്നെ മറ്റൊരു രൂപത്തിലേക്കാവാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രൂപത്തിൽ വെറും മതപരമായ കാര്യമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ഭൗതികമായ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് അനുശാസിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിക്കുന്നൊരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എല്ലാം വേണം. ഒരു നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കൽ അത് ഫർള് കിഫയാണ്, എന്നുവെച്ചാൽ സാമൂഹ്യ ബാധ്യതയാണ്. ഒരു എഞ്ചിനീയർ ഉണ്ടാവൽ സാമൂഹ്യ ബാധ്യതയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അഖിലമാന പ്രശ്നങ്ങൾക്കും അഖിലമാന തലങ്ങളിലും മേഖലയിലും അതിൻ്റേതായ ആൾക്കാർ, ഒരു അഡ്വക്കറ്റ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പ്രൊഫസർ, ഇങ്ങനെ ഒരു പണ്ഡിതൻ, ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മഹല്ലത്തിൽ പണ്ഡിതൻ വേണം, അതേപോലെ തന്നെ ഡോക്ടർ വേണം, അതേപോലെ തന്നെ പ്രൊഫസർമാർ വേണം, ലെക്ചർ വേണം, അഡ്വക്കറ്റ് വേണം. ഇതൊക്കെ നമ്മുടെ സാമൂഹികമായ ബാധ്യതയാണ്. ഈ നിലക്ക് നമ്മൾ മക്കളെ, എൻ്റെ മകനെ നന്നായിട്ട് പഠിപ്പിച്ച്, എനിക്ക് ദുന്യാവിൽ വീട്ടിൽ വലിയ ഉപകാരമൊന്നും മകനോട് കിട്ടുന്നില്ലെങ്കിലും ആഖിറത്തിൽ എനിക്ക് ഒരു നല്ലൊരു ഡോക്ടറായി മാറിയാൽ, എന്ന് വെച്ചാൽ ദീൻ പഠിച്ച മദ്രസകളിലും മറ്റൊക്കെ നിന്നിട്ട് അവനക്ക് ചെയ്യേണ്ട ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ അവൻ പഠിച്ചൊരു ഡോക്ടറായി മാറിയാൽ അവൻ്റെ ആ ഡോക്ടറുടെ ചികിത്സയുടെ ഒക്കെ ആ സേവനം സമൂഹത്തിനാകമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തുറകളിലും എല്ലാ തലങ്ങളിലും നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ളൊരു ചുറ്റുപാട് ഈ സ്ഥാപനം അറിഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹല്ലത്തിൻ്റെ ഫൽസ്, അതിൻ്റെ നാടിമിടിപ്പ്, ഈ സ്ഥാപനം ഇവിടുത്തെ മഹല്ലുകൾ അറിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനം, ആ ഒരു രൂപത്തിലാണ് നമ്മൾ വളരേണ്ടത്. ആ നിലക്കാണ് നമ്മൾ വളർത്തേണ്ടത്. അങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. നമ്മളെപ്പോഴും കേൾക്കുന്നല്ല, നാം മനസ്സിലാക്കിയ പലപ്പോഴും ഞാൻ ഇവിടെ പറഞ്ഞിരിക്കും, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫ. അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചവൻ, അവൻ അല്ലാഹുവിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് എന്ന ബോധവും ആ വിശ്വാസവും ഉണ്ടെങ്കിൽ താൻ തൻ്റെ അയൽവാസിയോട് നല്ലത് ചെയ്യണം,
അയൽവാസിയോട് ഗുണം ചെയ്യണം, അയൽവാസിയോട് നല്ല നിലക്ക് നിൽക്കണം, നല്ല നിലക്ക് പെരുമാറണം എന്ന് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു ഹദീസ് എത്രമാത്രം വിശാലമായ ഒരു വാക്യമാണ്, ചെറിയൊരു വാക്യം, എത്രമാത്രം അർത്ഥഗർഭമാണ് അത്. നമുക്കറിയാം, നമ്മുടെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ളവരാണ്. അത് ഒരു നിലക്ക് പറഞ്ഞാൽ 40 വീടുകൾ എന്ന് പറയും, മറ്റു നിലക്ക് പറഞ്ഞാൽ 4 ഭാഗത്തും ഓരോ ഭാഗത്തുമുള്ള 40 വീടുകൾ. എങ്ങനെയായാലും ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രാമം ഫുള്ള് നമ്മുടെ അയൽവാസികളാണ്. ചിലത് അടുത്ത അയൽവാസികളാണ്, ചിലത് വിട്ടു നിൽക്കുന്ന അയൽവാസികളാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹുവിൽ പേടിയുണ്ടെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ, റസൂലുൽ ഖലായിക്കിൻ്റെ മുന്നിൽ വെച്ച് അവൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ അയൽവാസിയോട് ഗുണം ചെയ്യട്ടെ. അയൽവാസി ആരെന്ന് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അയൽവാസികൾ ഒന്നിരിക്കൽ മുസ്ലിമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് അമുസ്ലിം സഹോദരങ്ങളായിരിക്കും. ഏത് ജാതിയാര്യങ്ങൾ ആയാലും, ഏത് മതക്കാരായിരുന്നാലും, മാനുഷികമായ മാനവികമായ ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് അവരോട് നന്മ ചെയ്യണം, നല്ലത് ചെയ്യണം. ഒരു നിലക്കുമുള്ള മറ്റുള്ള മതക്കാരാണ്, ജാതിക്കാരാണ് എന്ന് നിലക്ക് തരംതിരിക്കാൻ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാം പറഞ്ഞ ഈ ഒരു ഗ്രാമം ഒന്നായിട്ട് അയൽവാസികളാകുമ്പോൾ, അങ്ങനെ അയൽവാസികളായി വരുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ അയൽവാസിയാണ് അടുത്ത ഗ്രാമം. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത അയൽ ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങൾ കൂടുന്ന പഞ്ചായത്ത് മറ്റുള്ള പഞ്ചായത്തിന്റെ അയൽക്കാരാണ്. അങ്ങനെ പോയിട്ട് ജില്ല, ആ ജില്ല മറ്റു ജില്ലയുടെ അയൽ ജില്ലയാണ്. അങ്ങനെ പോയിട്ട് സ്റ്റേറ്റ്, കേരളം കർണാടകയുടെ തമിഴ്നാടിന്റെ അയൽവാസികളാണ്. അങ്ങനെ പോയിട്ട് ഇന്ത്യ, അത് ചൈനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിന്റെ അയൽവാസികളാണ്. അവരോട് ഗുണം ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ ലോകത്തിന്റെ സമാധാനമാണ്. പരസ്പരം സാഹോദര്യത്തോടെ, സൗഹൃദബന്ധത്തോടെ ഏത് തരത്തിലുള്ളവരാണെങ്കിലും അവരോട് നല്ല നിലക്ക് വർത്തിച്ച് ഈ ലോകത്ത് സമാധാനം വേണം, ഈ ലോകത്ത് ശാന്തി വേണം എന്നൊരു തത്വമാണ് മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഇങ്ങനെ നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഏത് വാക്യങ്ങൾ എടുത്താലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബിളും വസബൂന ശുബ, ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്. അഫ്ളലുഹ, അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ് എന്ന് പറഞ്ഞിട്ട് വഅദിനാഹ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനോട്, ആ ശ്രേഷ്ഠമായ ആ ഒരു വാക്യത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിലുള്ള വിഷമങ്ങൾ നീക്കലാണ്, വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കലാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഈ ഒരു വാക്കിന്റെ അർത്ഥം വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാന ജോലിയാണ്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ പിന്നിലൂടെ, അവൻ നടന്ന വഴിയിലൂടെ നടക്കുന്നവനിക്ക് ഒരു ബുദ്ധിമുട്ടും ഏൽക്കരുത്. ഒരു മുസ്ലിമായ മനുഷ്യൻ നടന്ന വഴിയിലൂടെ നടക്കുന്ന, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും മറ്റേത് ജാതിക്കാരാണെങ്കിലും ജാതിയില്ലാത്തവരാണെങ്കിലും ദൈവവിശ്വാസിയാണെങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിലും മുസ്ലിമായ മനുഷ്യൻ നടന്ന വഴിയിലൂടെ നടന്നാൽ അവനിക്കൊരു വിഷമവും ഏൽക്കരുത്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്.
ഈ നിലക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തന്ന വിഷയങ്ങൾ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മുസ്ലിം എന്ന് പറയണമെങ്കിൽ, ഒരാള് മുസ്ലിം എന്ന് പറയണമെങ്കിൽ അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി. മുസ്ലിം എന്ന് പറയുന്നത് അവന്റെ പ്രവർത്തനത്തെ തൊട്ടും അവന്റെ വാക്കുകളെ തൊട്ടും, വാക്കുകൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ മറ്റാർക്കും എന്ന് പറഞ്ഞാൽ അത് മറ്റേത് ജാതിക്കാർക്കും, ഏത് മതക്കാർക്കും, ഏത് മതമില്ലാത്തവനിക്കും, മറ്റു ജനങ്ങൾക്ക് ഇവനെ കൊണ്ടൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമമില്ലാത്തവനാണ്, ബുദ്ധിമുട്ട് ഏൽക്കാത്തവനാണ്. ഇവൻ ആരെയും ബുദ്ധിമുട്ടാക്കുകയില്ല, അവൻ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. ഈ നിലയ്ക്ക് മുസ്ലിമീങ്ങൾ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മഹല്ല്, ആ മഹല്ലിൽ മുസ്ലിമീങ്ങളുണ്ടാകും, അമുസ്ലിമീങ്ങളുണ്ടാവും. അവർക്കൊക്കെ മാനുഷികമായ നിലക്കുള്ള പരിഗണന, അവർക്ക് പ്രത്യേകിച്ച് അയൽവാസികളാണെങ്കിൽ അവർക്ക്, അതേപോലെ തന്നെ അയൽവാസികളായ അമുസ്ലിങ്ങളാവുമ്പോൾ അങ്ങനെ അതുമല്ലെങ്കിലും അവര് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അവരോട് മാനുഷികമായ നിലയ്ക്ക്, ഭൗതികമായ നിലക്കുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരും ചെയ്തു കൊടുക്കണം. വല്ല ബുദ്ധിമുട്ടും ഏൽക്കുമ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് അതിൽ നിന്ന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തിനും പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കും വിഷമമില്ല. മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, അവർക്കൊക്കെ പഠനത്തിനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ, ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകി ഒരു സുന്ദരമായ മഹല്ലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സുന്ദരമായ സ്ഥാപനവും മഹല്ലുമായി വരുമ്പോൾ ആ നാട് എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമായ നാടാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ നോക്കൂ, നമ്മൾ പല വിഷയങ്ങളും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരെയും ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കയ്യേറുക എന്നുള്ളത് വളരെ നിഷിദ്ധമായ കാര്യമാണ്. ഒരാളുടെ വസ്ത്രമെടുത്ത് അല്ലെങ്കിൽ തലയിലുള്ള തൊപ്പി പിടിച്ചു പറിച്ചെടുത്ത് തലയിൽ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ഹറാമാണ്. അതേപോലെ തന്നെ മറ്റൊരാളുടെ ഭൂമി അത് കയ്യേറിക്കൊണ്ട് അതില് പള്ളി ഉണ്ടാക്കൽ ഹറാമാണ്. മറ്റൊരാളുടെ ആരാധന സ്ഥലം പൊളിച്ച് അവിടെ പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ചരിത്രത്തിൽ എവിടെയും ഏത് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കിക്കൊണ്ട് അവിടെ പള്ളിയെടുത്ത ചരിത്രം കാണാൻ കഴിയുകയില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയില്, ആ യാത്രയിൽ അവിടെ നസാറാക്കളും ക്രിസ്ത്യാനികളൊക്കെ ധാരാളമുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങളെ ചർച്ചിൽ ഇവിടെ വരുന്ന നിസ്കരിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ, നിസ്കാരം നിർവഹിച്ചോളി എന്ന് സമ്മതം കൊടുത്തപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേണ്ട, ഇത് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ച സ്ഥലമാണ്, അത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് അവകാശപ്പെടുന്ന ആ നിലക്കുള്ള ഒരു ചിന്ത പോകരുത്. അതിന് ആദ്യം തടയിട്ടുകൊണ്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരെയും ആക്രമിക്കുവാനോ ആക്രമിച്ചുകൊണ്ട് അവിടെ നമ്മൾ കയ്യേറാനോ നമ്മുടെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം അനുവദിക്കില്ല. അങ്ങനത്തെ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിഷിദ്ധമായ തെറ്റാണ്, കർശനമായ തെറ്റാണ്, ഹറാമാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് സുരക്ഷയുടെ മതമാണ്, സുരക്ഷയുടെ മാർഗമാണ്. അങ്ങനെയുള്ള ഒരു മാർഗത്തെ വളർത്തിയെടുക്കാൻ, അങ്ങനെയുള്ള ഒരു
സമൂഹത്തെ വളർത്തിയെടുക്കുവാനാണ് ഇത്തരമുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നത്. അത് നമുക്കൊക്കെ ഈ മഹല്ലത്തുകാർക്കും ചുറ്റുള്ളവർക്കും ഉപകാരത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഇതിനെ വളർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.